പഠിക്കണവന് പോലും നോളജ് കിട്ടും. തൊട്ടപ്പുറത്ത് ഹിസ്റ്ററി പഠിക്കണവനും നോളജ് കിട്ടും. അൺബിലീവബിൾ. ഇതാണ് ചിന്തിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. ഇതാ സവാള, ഉള്ളി, ഇതിന്റെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇതിൽ നിന്ന് എന്തൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് അറിയാമോ? നിങ്ങളെ തലയിൽ തേക്കുന്ന സാധനങ്ങൾ മുതൽ സ്കിന്നിനെ ഡെവലപ്പ് ചെയ്യണ പല സാധനങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ലിപ്പ് വരെ, ലിപ്പിലിടുന്ന വരെ എടുക്കുന്നുണ്ട്. അകത്തെടുക്കുന്ന കഴിക്കുന്ന മെഡിസിൻ എടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ഏത് സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് അറിയാം ഇതിന്റെ കണ്ടന്റ് നിങ്ങളെന്ന് പറയും. ഇതെല്ലാം വീട്ടിലുള്ളതാണ്. ഞാനിതെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ളത് കാണിച്ചു തരുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ. എളുപ്പം മനസ്സിലാകാനാണ്, സിമ്പിളാണ്. ഇതുപോലും ഇതിങ്ങനെ നടക്കുകയാണ്. ഇതാ ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇനി ഞാനൊരു പാക്കറ്റ് ഉണ്ട്, അതായത് ഒരു ബ്രൂ പാക്കറ്റാണ്. ഇതൊരു കോഫി പൗഡർ അല്ലേ? ഈ കോഫി പൗഡർ എങ്ങനെയാണ് ഇതിലോട്ട് പാക്കായി പൗഡറായി വരുന്നത്? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ്? കോഫിയിൽ നിന്ന് എന്തൊക്കെ വേറെ ഉൽപ്പാദിപ്പിക്കുന്നു? കോഫിയിൽ നിന്ന് നമുക്ക് എനർജി എങ്ങനെ കിട്ടുന്നു? അത് എങ്ങനെ നമ്മുടെ ബോഡിയിൽ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു? ഈ കോഫിയിൽ നിന്ന് എന്തൊക്കെ മെഡിസിൻ എടുക്കുന്നു? ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത്, നിങ്ങളുടെ വീട്ടിലുള്ള സാധനമാണ്. ഇതൊരു ബ്രൂവിന്റെ കമ്പനിയുടെ പരസ്യമൊന്നുമില്ല കേട്ടോ. ഞാനിതെടുത്ത് വീട്ടിൽ ഉള്ളതുകൊണ്ട് എടുത്ത് വെച്ചതാ. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ റിസർച്ച് നിങ്ങളുടെ അവിടെ നടക്കുന്നുണ്ടോ സ്കൂളില്? എങ്കിലല്ലേ കുട്ടികൾ ചിന്തിക്കൂ. ചിന്തിക്കുന്നവർക്കല്ലേ ഇതെല്ലാം ചിന്തിക്കാൻ പറ്റൂ. എങ്കിലല്ലേ നമ്മുടെ പ്രകൃതിയിലെ, നമ്മുടെ എയറിലൊക്കെ എന്തൊക്കെ സെല്ലുണ്ടെന്ന് കുട്ടിക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റൂ. നമ്മുടെ ബോഡിയുടേതായി ഒരു മുടിയെങ്കിലും എടുത്തിട്ട് അതിന്റെ സെൽസ് വേർതിരിച്ചെടുക്കാൻ പറ്റൂ. അതങ്ങ് PhD എടുക്കുമ്പോഴല്ല പഠിക്കേണ്ടത്. കുട്ടികള് വളരെ ബാല്യകാലം മുതലേ സയൻസ് പഠിക്കുന്ന, സയൻസ് മെയിൻ എടുക്കാൻ താല്പര്യമുള്ള, സയൻസിൽ തലയുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പകരം നമ്മൾ പഠിക്കണേ എങ്ങനെ? കുറെ പുസ്തകം അതുപോലെ വയ്ക്കും, എന്നിട്ട് പുറത്തിറങ്ങും. കുറെ പഠിച്ചു, ബ്രില്യൻ്റ്, ഭയങ്കര സയൻസിന് പറഞ്ഞില്ലേ 98 മാർക്കാ പറയണേ. അറിയില്ല ടോയ്ലറ്റിൽ വരണ ക്ലീനിങ്ങിന്റെ, ടോയ്ലറ്റിൽ വരണ വൈറസ് അറിഞ്ഞുകൂടാത്ത കുട്ടി എങ്ങനെയാണ് മെഡിസിൻ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ, എനിക്ക് ഇപ്പൊ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അമ്മുമ്മയ്ക്ക് ഒരു ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു കുട്ടി എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളുടെ കുട്ടി നല്ല ഇതുപോലെ റിസർച്ച് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഓട്ടോമാറ്റിക്കലി വീട്ടിലുള്ള എല്ലാവരുടെയും ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്തിട്ടോ മറ്റു രീതിയിൽ അവർ പരീക്ഷണം നടത്തും. പരീക്ഷണം നടത്തിയിട്ട് അമ്മുമ്മയുടെ അടുത്ത്, അമ്മുമ്മയ്ക്ക് 45-50 വയസ്സാകുമ്പോഴേ പറയും, അമ്മുമ്മയുടെ ബോഡിയിൽ ക്യാൻസർ സെൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴേ റീപ്ലേസ് ചെയ്താൽ അത് വരില്ല എന്ന്. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു മെഡിസിനെങ്കിലും എടുക്കാൻ പഠിപ്പിക്കും. അപ്പോഴും അമ്മുമ്മയെ തുടക്കമേ ചികിത്സിക്കും, തുടക്കമേ ക്ലിയർ ആവും. അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള റീപ്ലേസിങ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവില്ല. നേരത്തെ അറിഞ്ഞ് റീപ്ലേസ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല, ഇത് കുട്ടികൾ ചെയ്യും. ഇതൊരു പനിയുടെ കണ്ടന്റ് പോലും, ഒരു തലവേദനയുടെ കണ്ടന്റ് പോലും